ആരണ്ടേ ഞമ്മളെ പോരേന്റെ പിന്നാമ്പുറത്ത് അനക്കെന്താടാ പണി? മരങ്ങൾ വിൽക്കാറുണ്ടോ? ഞമ്മളെ പോരയിലെ പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്ക ഇങ്ങക്ക് എങ്ങനെ ധൈര്യം വന്ന്? നമ്മൾ ആരാന്നറിയാ? മൊയ്തൂട്ടിയാജി, കോലറക്കല് മൊയ്തൂട്ടിയാജി. ഞമ്മള് വേണ്ടാന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു ഈച്ച അനങ്ങൂല, ഒരു കാക്ക പറക്കൂല. അങ്ങനെയുള്ള നമ്മളെടുത്ത് അറാമ്പറപ്പ് കാണിക്കുക. ഇതാണ് മൊയ്തൂട്ടി ഹാജി. ഭയന്നെല്ലാം പെരുത്ത് കേട്ട് ഇങ്ങടെ പേര് അറിഞ്ഞോണ്ടൊരു ഹറാമ്പറപ്പും നമ്മൾ കാട്ടിയിട്ടില്ല. മരം നോക്കി നോക്കി വന്നപ്പോ ഒരു കിളിച്ചുണ്ട മാവ് നിൽക്കണം, വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരേ ഔത്താണോടാ മാവ്? എറയമേലൊരു ഓട് പൊട്ടിയിരുന്ന് അതിന്റെ ഇടയിലൂടെയാണ് മാവ് കണ്ടത്. അന്റെ ചൂത്രമൊന്നും നമ്മളെടുത്ത് വേണ്ട. ഈ നാട്ടിൽ മരക്കച്ചവടം ചെയ്യാം, പുറത്തൊന്നും ഒരുത്തന്റെ ആവശ്യമില്ല. അതിനിവിടെ ഞമ്മളുണ്ട്. മരക്കച്ചവടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാത്ത മരങ്ങള്? ഞമ്മക്ക് വേണ്ടാത്ത മരങ്ങളൊന്നും ഈ നാട്ടിലില്ല. തല പോയ തെങ്ങ മറ്റ തലയല്ല, ബാല് പോയ തെങ്ങായാലും ഞമ്മക്ക് വേണം. ഈ കച്ചവടം ഈ നാട്ടിൽ നടക്കൂല. പൊക്കോ, വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ. ഗോലാടി കൊക്കോടാലി. അല്ലോ കരയുന്ന എന്തിനാ പൊന്നെ? മയ്യത്തായി പോയ ഞമ്മള് വല്യുപ്പാപ്പ എവിടെ? ഇന്ന് ഉച്ചക്ക് ഞമ്മളെ കനവില് വന്ന്. അത്രയല്ലേ ഉള്ളൂ. മൂപ്പര് ഞമ്മളെ കനവില് വന്ന് പറഞ്ഞതെല്ലാം ഇതുവരെക്ക് നടന്നിരിക്കണം. അതാ നമുക്ക് പേടി. ഒന്ന് തെളിച്ച് പറയണ്ട. അതിനെ ഈ ചന്ദ്രമാസം കഴിയും മുമ്പ് ഞമ്മള് കെട്ടിയവന്റെ ഒപ്പം മണിയറെ കഴിഞ്ഞാല് നിങ്ങള് മയ്യത്തായി പോകുന്നു പറഞ്ഞു. മയ്യത്താവുമ്പോ അന്റെ ഉപ്പപ്പാക്ക് തരാത്തുണ്ടായിരുന്നു ഇങ്ങനെ വായി തോതിയൊക്കെ വിളിച്ചു പറയാൻ. അമിന കാലം എത്ര പരിഷ്കരിച്ചിരിക്കണ്. വിവരമുള്ളവരിപ്പോ ഇതൊന്നും ബിസിനസ് സ്കൂല. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട ഞമ്മളെ നിക്കാന് 2 ആഴ്ച മുമ്പ് മല്ലുപ്പാപ്പ കനവില് വന്ന് വടക്കുനാട്ടിൽ ഒരു സുന്ദര ഹാജിയാര് വന്ന് ഞമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞു. നടന്നില്ലേ? പിന്നെ ഒരു ദിവസം കനവില് വന്ന് പറഞ്ഞ് ഒരേലെ മുട്ടനാട് ചത്തു പോകുന്നു. എന്നിട്ട് ചത്ത തലയും കുത്തി താഴെ വീണ് ചത്ത്. അപ്പൊ ഇനി 5-6 ദിവസം വെള്ളമിറക്കി നടക്കണല്ലേ? നിങ്ങള് മയ്യത്തായ പിന്നെ ഞമ്മക്കാര. അത് നേരാ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. മേത്ത് തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണ കള്ളപ്പന്നി. ഒരു ഉത്സവത്തിന്റെ കൂട്ടമുണ്ടല്ലോ, എന്താ എല്ലാരും പുറത്തു കൂടി നിൽക്കുന്നേ? പാമ്പ് കയറി വലിയ രാജവെമ്പാല. എവിടുന്ന് വന്നു? ആ ഒരു ബൈബോക്കം പറഞ്ഞ് ഓര് കണ്ട് ആളുള്ളിലേക്ക് വടിയും കൊണ്ട് പോയിരിക്കണു. വഴിപോക്കനോ? ആരായാണ്? ആ ഈത്തപ്പഴവും വളയൊക്കെ വിൽക്കാവുന്നില്ലേ ഓനാ. പടച്ചോനെ, ആ ഹരാൻ പറഞ്ഞോനാ. ഓൻ നല്ല ഉശിരുള്ളാനാ. ഓന്റെ ഉശിരി ഇന്നത്തോടെ തീരും. നല്ല ബസ്സുള്ള ജാതിയെന്നാ പറഞ്ഞേ. ആ ബെച്ചപ്പല്ല് നമ്മൾ ഇന്ന് അടിച്ചളക്കും. പാമ്പിനെ കിട്ടിയ? പാമ്പിനെ കിട്ടിയില്ല, ഒരു പന്നിനെ കിട്ടി. അപ്പൊ രാജവെമ്പാല? രാജവെമ്പാല ഔത്തിരുന്ന് സിനിമ കാണുന്നു. വേണമെങ്കിൽ കൂടെ പോയിരുന്ന് കണ്ടോളി. എല്ലാം ഇവന്റെ കുരിശ് പണിയാണ്. പോരേക്കാറ കള്ളമായി പാമ്പിനെ പിടിക്കാനാ? ഈ ആരാടാ പാമ്പാട്ടിയാ? ഞമ്മളെ പൊരേ കയറാൻ പാടില്ല എന്നോട് നമ്മൾ പറഞ്ഞല്ലടാ. കച്ചവടത്തിന് കയറണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞ? പിന്നെ ഇപ്പൊ എന്തിനാ ഈ വന്നത്? അന്റെ ഉമ്മാന്റെ മയ്യത്തെടുക്കാനാ? പിന്നെ അന്റെ ഉപ്പൂപ്പാനെയും ഉമ്മുമാനെയും പറയട്ടാ. ഇറങ്ങിടാ പന്നി ചാപ്പിട്ടി ഇറക്കണ. അവനാ കക്കാപ്പന്നോനാ. മേലിൽ നമ്മളെ മുമ്പ് കണ്ടുപോരുത്. നീ പഠിക്കുന്നല്ല, ഈ നാട്ടിന്ന് ഇരുട്ട് മുമ്പ് പൊക്കോളണം. അല്ലെങ്കിൽ അന്റെ മയ്യത്ത് നമ്മളെ കൈ കൊണ്ടായിരിക്കും. കേറിപ്പോ എല്ലാത്ത്. പാമ്പുണ്ടാ? ഉണ്ടില്ല. ഉണ്ണാൻ ഇലയിട്ട് കിട്. ചെന്ന് വിളമ്പി കൊടുക്കി. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന ബൈബക്കിളി വെലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ട മാമ്പഴം കടിച്ചു. എന്താ കലന്തൻ ഹാജി വഴി മുടക്കി നിൽക്കുന്നത്? വണ്ടി എടുത്ത് മാറ്റടാ വൈന്ന്. ഈ പയ്യന്റെ ബാപ്പാന്റെ പയ്യൻ എഴുതി വെച്ചിട്ടുള്ള ചതിയാ. ചങ്ങായി ചതിച്ച കള്ള പന്നി. അടിച്ചു എന്റെ അണപ്പല്ല ഇളക്കടാ. കുതിരന്റെ മോളിത് വലിയ വർത്താനം പറയാതെ ചൊടയുണ്ടെങ്കിൽ ഇറങ്ങി പാടാ. ഇറങ്ങി വന്നാലേ കുത്തി മലത്തിക്കളയും നമ്മള്. ഈ എന്താക്കുന്ന പറഞ്ഞത്? കുത്തുന്ന് പറഞ്ഞാൽ നമ്മള് കുത്തും. എന്നാ കുത്തടാ. കലന്തരാജിയ പറഞ്ഞ കുത്തുന്ന് പറഞ്ഞാൽ നമ്മള് കുത്തും. എന്നാ കുത്തടാ. അനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറയുമ്പോ ഒന്ന് നിക്കടാ. വന്ന്
തെങ്ങ് ചൈക്കൂല എന്ന് പറയുന്ന ഇമാറുകളൊക്കെ വെട്ടിക്കൊല്ലണം. ഭാഗ്യം തലയില് വീണത് രക്ഷയായി. വൈദ്യൻ എന്ത് പറഞ്ഞു? വെള്ളം നനയാൻ പാടില്ലെന്ന്, സൂക്ഷിച്ചില്ലെങ്കിൽ പയക്കെന്ന് പറഞ്ഞു. ബൈക്ക് പതുക്കാൻ നമ്മളെ തലേന്ന് ചക്കപ്പായ ആ കബഡി എടുത്തി നോക്കിയപ്പോ നിങ്ങൾ കണ്ടില്ലായിരുന്നു തേങ്ങാക്കൊല ബൂന്ന്. കവടിക്കുള്ളി തേങ്ങാക്കൊലയോ? ഇയാളോട് ആര് പറഞ്ഞു തെങ്ങിന്റെ ചോട്ട് പോയി നിൽക്കാൻ? നമ്മൾ പോയി തിന്നല്ല, ആ കലന്തന്റെ ചതിപ്പടിയാണ്. ഓന്റെ പേരിൽ നമ്മൾ പോലീസ് കേസ് കൊടുക്കും. തേങ്ങ തലേ വന്ന് വീണേന് ഓരെന്ത് കുറ്റാ ചെയ്തേ? അന്റെ മനസ്സിൽ ഇപ്പോഴും ആ അമുക്കാണല്ലേ? ഓ അവത്ത് ഞമ്മള് കേസ് കൊടുക്കൂ. എടോ ഹാജിയാരെ, അതിന് കലന്തം തന്നെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ തനിക്ക് തെങ്ങിന്റെയും തേങ്ങയുടെയും പേര് കേസ് കൊടുക്കാം. നിങ്ങൾ നമ്മളെ മക്കാറാക്കുക. കേസിനും വക്കാണത്തിനും ഒന്നും പോയോണ്ട് ഒരു കാര്യമില്ല. ബുദ്ധി ഉപയോഗിക്കണം. ആ അബ്ദും കലന്തനും ഒറ്റക്കെട്ടാണ് തനിക്കിപ്പോ ബോധ്യായില്ലേ? അവൻ കച്ചവടത്തിനൊന്നും വന്നതല്ല, തന്നെ ദ്രോഹിക്കാൻ ആ കലന്തം വരുത്തിയതാ. അവനൊരു ഉഗ്രൻ മന്ത്രവാദിയാ. എന്തോ കൂടോത്രം കുഴിച്ചിടാനാണ് അവന് വീട്ടിൽ കയറിയത്. അതവൻ ചെയ്തിട്ടുണ്ട്. അത് ശരിയാ, അതാ ഇങ്ങള് ചെയ്യണ പണിയൊന്നും ഏക്കാത്തത്. ആര് പറഞ്ഞു ഏക്കണില്ല എന്ന്? വല്യുപ്പ പിന്നെ വന്നുവോ? ഇല്ലല്ലോ. അതിന് നമ്മൾ ഒതുക്കിയപ്പോഴല്ലേ തേങ്ങാക്കൊലയിൽ ദുർമന്ത്രം ചെയ്ത് തലയിലേക്ക് ഇട്ടത്. ഇന്നും മണിയറ ഒരുക്കി വെച്ച് അത് ഓർക്കുമ്പോഴാണ് ഞമ്മക്ക് സങ്കടം. തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. അത് നിങ്ങൾ കുറെ സായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്ന് ഉണ്ടാക്കില്ലേ അവന്മാര്. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്. അതോടെ അവനിവിടെ നോടും. അതക്കെട്ട് ചെയ്യാ. എന്താ വിശ്വാസം അവനില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. അവൻ ഈ നാട്ടിൽ നിന്ന് വാരും പൊക്കി ഓടും. ഞാൻ കാണിച്ചുതരാം, വരിക. നിങ്ങള് വന്ന് കിടക്കി, 2 ദിവസം കഴിഞ്ഞ കെട്ടയക്കാന്നാ വൈദ്യര് പറഞ്ഞിരിക്കണേ. ഈ പൊക്ക മുകളില് നല്ല കാറ്റുണ്ട്, നമ്മൾ അവിടെ ഇരിക്കാം. എന്റെ പൊന്നെ, ആ കൈ ഇങ്ങോട്ട് നീട്ട്, ഞമ്മളൊന്ന് പിടിച്ച് കേറട്ടെ. ആ കൈ ഇങ്ങോട്ട് താ. ഇയാളിത് എങ്ങോട്ടാ പോകുന്ന ശുംഭൻ? തന്റെ തറവാട്ടിൽ കൂടിയിരിക്കുന്ന ഭൂതപ്രേതാദികളെ ഞാൻ ഈ തേങ്ങയ്ക്കുള്ളിൽ ആവാഹിച്ച് കഴിഞ്ഞു. അവരോടാ പുറത്തു പോകാൻ പറഞ്ഞ, തന്നോടല്ല. ഇവിടെ വന്നിരിക്കുക. അപ്പൊ നമ്മളെ പുരയില് ജിന്നുണ്ടാ? തന്റെ പുരയിൽ ജിന്നുണ്ടോ, ബ്രാൻഡി ഉണ്ടോ, വിസ്കി ഉണ്ടോ എന്ന് നാം എങ്ങനെ അറിയാ? അല്ലോ, അതൊക്കെ ഞമ്മക്ക് ഹറാമാണ്. നമ്മളെ പുരയില് ഭൂതങ്ങളുണ്ടോന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 3 തേങ്ങയ്ക്കുള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇത് എറിഞ്ഞുടയ്ക്കുമ്പോൾ അവറ്റകൾ പോകും. അവിടെ ഇരിക്കുക. ഈ തുള്ളല് കഴിഞ്ഞാ ഹാജിയാര് ഈ ഇരിക്കുന്ന 3 തേങ്ങ എടുത്തോണ്ട് പോയി ആരും കാണാതെ അവന്റെ ദേഹത്തെറിയ. ഈ താലത്തിലിരിക്കണ ഏതെങ്കിലും ഒരു തേങ്ങ അബ്ദുവിന്റെ ദേഹത്തും ഉണ്ടാ. ഇതിലിരിക്കണ പിശാചുക്കൾ മുഴുവൻ അവന്റെ ദേഹത്ത് കയറും. പിന്നെ അവന് ഭ്രാന്ത, ഈ നാട്ടിൽ നിന്ന് ഓടും. അതിനുള്ള പണികളാ തമ്പുര ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. തേങ്ങ വെട്ടിയിട്ടവന്റെ നാശം തേങ്ങയാൽ തന്നെ. വിശ്വാസമായില്ലേ? അപ്പൊ ഞമ്മക്ക് ഇമ്മണി വിശ്വാസം വരുന്നുണ്ട്. തിരിച്ചടിക്കാൻ ഈ ഇരുന്തലക്കാട സമ്മതിക്കില്ല. തിരിച്ചടിക്കണ ജാതി തന്നെ. ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. തമ്പുരാനെ, ആമിന, മുല്ലപ്പൂ മണിയറ ഒരുക്കോ ഒന്നും വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. ഓരോരുത്തരുടെ കണ്ണുകടി കൊണ്ടാ അന്നെ ഞമ്മക്കൊന്നും കെട്ടിപ്പിടിക്കാൻ പോലും കഴിയാഞ്ഞത്. ആമിന, അന്റെ കൽബും പടക്കുന്നുണ്ടല്ലേ? നമ്മളെ മുയിമനായിട്ടും എനിക്ക് തന്നിക്കണ്. ഈ എന്താ ചെയ്തോ? പോയപ്പോ കേവി കയറി വന്നിക്കടാ. അതേടാ, നിന്റെ കെട്ടിയോനെ ചോദിച്ച് ഇപ്പൊ എന്റെ മോളാക്കാനായിട്ട് നമ്മള് പറഞ്ഞ നമ്മളെ പുരയിൽ ഇറങ്ങി പോടി കേവി. എന്താടാ പന്നി വിളിച്ചത്? എന്താടാ ഇവിടെ ഒരു ബഹളം? മേത്തൊരു കേവി കയറിയിരിക്കണ്. അത് തുണി എവിടെയാടാ?
ഓള് വലിച്ചു കീറി നമ്മളെ ചെവി കടിച്ചു പറിച്ച് ഞമ്മടെ പുരയില് ഞമ്മളോട് ചോദിക്കാണ്ട് ഏത് കേൾവിയാണ് കയറിയത് ഞമ്മക്കൊന്നറിയാം